ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന താബികളിൽ വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ മരിക്കുന്നവരെ ചെയ്ത തെറ്റോർത്ത് കരഞ്ഞൊരു യുവാവ്. ഈ ഫുളൈൽ ബിൻ ഇയാദിന് ഒരു പെണ്ണായിട്ട് വലിയ ഇഷ്ടമായിരുന്നു, തോന്നിയാസം ചെയ്യായിരുന്നു അവര്. അങ്ങനെ ഒരു ദിവസം അവളെ കാണാൻ വേണ്ടി, ഈ തോന്നിയാസം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ ഒരു മതിലിന്റെ അപ്പുറത്ത് ചാടണം, മതിലെടുത്ത് ചാടണം, നേർവഴിയിലൂടെ വരാൻ പറ്റില്ല. അപ്പൊ ആ മതിലിങ്ങനെ ചാടിയിട്ട് ഒരു കാല് മതിലിന്റെ അപ്പുറത്ത്, അതായത് പെണ്ണിന്റെ വീട്ടിന്റെ ഭാഗത്ത്, ഒരു കാല് പുറത്തും അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഖുർആൻ ഓതുകയാണ്. ഏതാ ഖുർആൻ? ഖുർആനിലെ സൂറത്ത് ഹദീദിലെ 57-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനം ഓതുകയാണ്. ആ വചനങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കി. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖി വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ആ ആയത്ത് അർത്ഥം എന്താണെന്നറിയോ? അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹനെ ഓർത്തിട്ട് ഹൃദയം നടുങ്ങാൻ സമയമായിട്ടില്ലേ? അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്ക് കൽബിനെ മടക്കി കൊണ്ടുവരാനും സമയമായിട്ടില്ലേ? തോന്നിയാസത്തിൽ മുഴുകുകയാണോ? എന്നിട്ടൊരു ചോദ്യം കൂടി ചോദിക്കുക അല്ലാഹ്. ഫത്വാല അലി അവർ വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. വേദം നൽകപ്പെട്ട ഒരു വിഭാഗത്തെ പോലെ നിങ്ങളായോ? കാലത്തിന്റെ ദൈർഘ്യം കൊണ്ട് നിങ്ങളുടെ ഹൃദയം കടുത്തു പോയോ? തെമ്മാടിത്തം ചെയ്യുകയാണോ? ഈ ആയത്ത് അദ്ദേഹത്തിന്റെ കൽബിനെ ഒന്ന് വിറപ്പിച്ചു. ആ മതിലിന്റെ മുകളിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ വിറച്ച് താഴോട്ട് ചാടി. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ തെറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ സ്ത്രീയുമായി പിന്നീട് ഒരിക്കൽ പോലും സന്ധിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മരിക്കുന്നവരെ ആ തിന്മയോർത്ത് അദ്ദേഹം കരഞ്ഞു, മരിക്കുന്നത് വരെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന യുവാക്കളോടൊക്കെ അന്യായമായ മാർഗത്തിൽ പല തിന്മകളും സാമ്പത്തികമൊക്കെ, ഈ സഅദ് ബിൻ അബീ വഖാസിന്റെ കഥ പറയുന്നിടത്ത് കാണാം. ജീവിതത്തിൽ ഹറാമ് വരാതിരിക്കാൻ ഇത്ര ശുഷ്കാന്തി കാണിച്ചൊരു സഹാബി വേറെ ഉണ്ടായിരുന്നില്ല എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാള് സൽക്കരിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പാണ് ഇത് ഹലാലാണോ ഹറാമാണോ അപ്പൊ അയാളോട് ചോദിച്ചു, അല്ല ഇത് ഹലാലിനെ ആയിരുന്നില്ലേ? അപ്പൊ അയാൾ പറയാണ്, ഞാൻ മുമ്പൊരു ജ്യോത്സ്യനായിരുന്നു, ജ്യോത്സ്യപ്പണി ചെയ്ത അന്ന് എനിക്ക് പൈസ തന്നില്ല ആ വീട്ടുകാരെ, ഇപ്പോഴാ തന്നത്, അതുകൊണ്ടുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് വായിലേക്ക് കൈയിട്ട് കംപ്ലീറ്റ് ഛർദിച്ച് ഖുർആനിലൊരു വചനത്തെ ഓർത്തിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ബുതൂനിഹിം ഇല്ല എന്നാർ, എന്റെ വയറിൽ ഞാൻ നരകത്തിന്റെ തീ നിറച്ചു, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. അന്യന്റെ സ്വത്ത്, റസൂലുള്ളാഹി പറയാൻ, ഒരറാക്കിന്റെ കൊള്ളി അന്യന്റെത് നമ്മളെടുത്തില്ലാന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ ഇരിക്കുന്നവരോടൊക്കെ വീട് എന്ന് പറഞ്ഞ് ഭാര്യ പലതും പറയും, പലതും പലിശക്കൊരിക്കലും. ഞാൻ സത്യമായിട്ട് ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ പലിശയുമായി ബന്ധപ്പെട്ടിട്ട് വീട് ജപ്തി ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഇന്നൊരാളോട് സംസാരിച്ചത്. ഒരു കുടുംബത്തിലെ സ്ത്രീയും 4 മക്കളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തേ കാരണം? പലിശയായിട്ട് ബന്ധപ്പെട്ട് ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത വീട്ടിൽ കൂടാന്ന് വിചാരിച്ചതാ. സത്യത്തിൽ ഒരു കൂരയിൽ കൂടിയാലും ആർക്കും ഒന്നും കൊടുക്കാനില്ലെങ്കിൽ എന്തോ ഒരു സംതൃപ്തിയാണ്, നല്ലോണം കിടന്ന് മരിക്കുക. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരൊക്കെ ഞാൻ പറയണമെന്നറിയോ, വേണ്ട നമുക്ക് ഇങ്ങനത്തെ തോന്നും. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയ കാലം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. The traveler learns that about the road wind up all the way from beginning to end. നിങ്ങളൊരു യാത്രക്കാരെ പോലെയാണ്, ഒരു മരച്ചോട്ടിൽ ഇരിക്കുന്നവരെ പോലെ. ഇവിടുന്ന് പെട്ടെന്ന് പോകില്ലേ നിങ്ങള്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അതെ, ഒരു നിശ്ചിത സമയത്തും അള്ളാഹുവിന്റെ ഒരു അവധി നിശ്ചയം. ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. ഒരു നാഴിക അള്ളാഹു നിങ്ങളെ വിടൂല, ഒരു നായികയും അള്ളാഹു നിങ്ങളെ വിടൂല. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഖുർആന്റെ 16-ാം അധ്യായം 61-ാമത്തെ വചന. വേറൊരു കാര്യം ഇതിൽ നമ്മൾ കൂട്ടിച്ചേർക്കാനുള്ള എന്തറിയും? ഈ ദുനിയാവ് വസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും. പിശാച് നമുക്ക് പല കാര്യങ്ങളും ഭംഗിയാക്കി തോന്നിച്ചു തരും. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഈ സൂറത്ത് യൂസുഫിൽ ഒരു ഖുർആന്റെ വചനമുണ്ട്. ആ വചനം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം, നിങ്ങൾ ഒന്ന് മനസ്സിലൊന്ന് ചൊല്ലിയൂ. 12-ാം അധ്യായമാണ് സൂറത്ത് യൂസുഫ്. 53-ാമത്തെ വചനാണ്. യൂസുഫ് നബി പറഞ്ഞതായിട്ടും സുലേഖ പറഞ്ഞതായിട്ടും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അവരുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ പേര് വമാ ഉബരിയു നഫ്സി. അത് തുടങ്ങണത് എങ്ങനെയാണ്? വമാ ഉബരിയു നഫ്സി, ഞാൻ എന്റെ നഫ്സിനെ കുറ്റമുക്തനാക്കുന്നില്ല. അതായത് തെറ്റൊന്നും തീരെ പറ്റാത്ത ഒരാളാണ് എന്ന് ഞാൻ പറയുന്നില്ല.
ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസു, തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. സത്യം. നമ്മളൊക്കെ എന്താ, ഒരു തെറ്റ് നടക്കണ വരെ, ഒരു തെറ്റ് പ്ലാൻ ചെയ്തു, ഒരു സിന, ഒരു വ്യഭിചാരം പ്ലാൻ ചെയ്തു, തീർച്ചയായും നമ്മുടെ മനസ്സത് നടക്കണ വരെ പ്ലാനിങ്ങിലായിരിക്കും. ഈ സമയത്താണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം വന്ന് നിൽക്കുക. അള്ളാന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞിരുന്ന വാചകം എന്നോർത്തെ, വസയ്യന ലഹുമു ശൈത്താനു അമാലഹും, പിശാച് നിങ്ങൾക്കത് ഭംഗിയായി തോന്നി. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെണ്ണാണ് ഒരുങ്ങി നിൽക്കുന്നത്. അല്ല, ആലോചിച്ചു. അങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസു ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ. യൂസുഫ് നബിക്ക് ആ കാരുണ്യം ഉണ്ടായി, യൂസുഫ് നബിക്ക് ആ കാരുണ്യം ഉണ്ടായി. അപ്പൊ നിങ്ങൾ നോക്കൂ, മായിസ് റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ നിസ്കരിച്ച ആളാ, നബിയുടെ കൂടെ വളർന്ന ആളാ, ഷാത്ത് കലിമ ചൊല്ലിയ ആളാണ്, പക്കാ സഹാബിയാണ്. ഒരു പെണ്ണിനോട് എന്തോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിയന്ത്രിക്കാനാവാത്ത പെണ്ണിനുണ്ടായി, ആണിനുണ്ടായി. മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു പോയി. ജീവിതത്തിൽ തെറ്റുവരും. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലു ബനി ആദമ ഖതാഉൻ വഖൈറു അതാഇര തവ്വാബൂൻ. യുവാക്കളെ, ചെറുപ്പക്കാരെ, എന്റെ അനുജന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ പറയാം, തെറ്റ് ആദമിന്റെ മക്കൾക്ക് തെറ്റ് പറ്റും. പക്ഷേ ആ തെറ്റു പറ്റുന്നവരിൽ ഏറ്റവും ഉത്തമനാരാ? ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നവനാണ്. ഖുർആനിലെ 3-ാം അധ്യായം 135-ാമത്തെ വചനം, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അല്ലാഹ് പറയാണ്, വല്ലദീന ഇദാ ഫഅലു, ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു, നിങ്ങളുടെ സ്വന്തത്തോട് ഒരു ഹറാം, ഒരു ഫാഹിഷത്ത്, ഒന്നെങ്കിലും ഒരു തിന്മ, ലൈംഗികമായ തിന്മ, അതിനാണ് ഫാഹിഷത്ത് എന്ന് പറയുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് അത് ചെയ്തു പോയി, ചെയ്യുന്നവരെ പടച്ചോനെയാണ് മറന്നു. ചെയ്തതിനു ശേഷം വല്ലാത്തൊരു കുറ്റബോധം. കഴിഞ്ഞ ദിവസം ഒരു രാജ്യത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു തെറ്റ് പറ്റിപ്പോയി. അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധമൊന്നുമില്ല, 1-2 തവണ ഫോൺ ചെയ്തു. അവൾ ഇങ്ങോട്ടും ഇഷ്ടറിയിച്ചു, ഇവിടുന്ന് അങ്ങോട്ടും ഇഷ്ടറിയിച്ചു. ഏറ്റവും ആത്മസുഹൃത്ത് തൊട്ടടുത്ത് തന്നോടൊപ്പം വർക്ക് ചെയ്യുന്നു. ഒരു വേള അവന്റെ സഹായത്തിലാണ് പലപ്പോഴും അവൻ ജീവിക്കുന്നത്. എത്ര വലിയൊരു നന്ദികേടാണ്. എന്നിട്ട് പടച്ചോനെ, ആ സംഭവം ഉണ്ടായിട്ട് ഞാൻ അവരെ 2 പേരെയും ഇരുത്തി സംസാരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്, ആ ഏതൊരു ഭാര്യയാണോ വശീകരിക്കാൻ ശ്രമിച്ചത്, ഏതൊരു കൂട്ടുകാരനാണോ, ആ പെണ്ണിന്റെ ഭർത്താവില്ലേ, അയാൾ അവന് പുറത്തു കൊടുത്തു. അല്ലാഹു, ഞാനൊരു ഖുർആന്റെ വചനം ഉദ്ധരിച്ചു, സൂറത്ത് നൂറിന്. എന്താ അബൂബക്കർ സിദ്ദീഖിനോട് അള്ളാഹ് ചോദിക്കുക, കൂട്ടുകാർക്ക് പുറത്തു കൊടുത്തൂടെ, എങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരണമെന്ന് വിചാരിക്കണില്ലേ? ആ വാചകം ഉദ്ധരിച്ചപ്പോ ഈ പടച്ചോനെ പേടിയുള്ള ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യനടുത്ത് വശീകരിക്കാൻ ശ്രമിച്ചതാ, കൂടുള്ള ആളാണ്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും ഇനി അവനോട് എന്റെ മുമ്പിൽ വരരുത് എന്ന് പറയണം, അത്ര മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതമാണ്, പച്ചയായ ഒരു ജീവിതമാണ്. എല്ലാം നശിച്ചു പോകും. ഞാൻ ഇവിടെ ഇരിക്കുന്ന യുവാക്കളോട് പറയാൻ, എന്ന് നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ അമ്മയിപ്പയെ അറിഞ്ഞോ, അന്ന് തീരും നമ്മുടെ ജീവിതം. എന്ന് നമ്മുടെ ഭാര്യ നമ്മുടെ അവിഹിത ബന്ധം പിടിക്കുന്നോ, അതുവരെ നമ്മുടെ മക്കള് ഉപ്പാന്ന് വിളിച്ച് നമ്മളെ റെസ്പെക്ട് ചെയ്തേ. എത്രയോ ആളോട് നമ്മുടെ ഉപ്പാനെ പറ്റി, എൻ്റെ ഉപ്പ നല്ല മനുഷ്യനാന്ന് പറഞ്ഞ ആ മക്കള് ഈ വിവരം അറിയുമ്പോൾ, സത്യം 9 വയസ്സുള്ളൊരു മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉസ്താദേ, എൻ്റെ ഉപ്പ സെക്സ് വീഡിയോ കാണും, ഞങ്ങൾ കണ്ടു ഉസ്താദേ, ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഉപ്പാനെ വിചാരിച്ചിരുന്നത്. ആ നിമിഷം ഉണ്ടല്ലോ, ആ മക്കൾ ആ കാണുന്ന ആ നിമിഷം, അന്ന് അവസാനിക്കും ജീവിതം ഫുള്ളായിട്ട്. പിന്നെ നമുക്ക് കുറ്റബോധം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾ ആരെയും ബേജാറാക്കാൻ വേണ്ടി പറയല്ല. ഈ നോമ്പിന് നിങ്ങളോട് ഇതല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഇന്ന് വരെ ഇല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇത്രയും വൃത്തിയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഇത്രയും നല്ല ആൾക്കാർ ഇരിക്കുന്ന ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നു, ദയവേത് ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ഉറച്ച തീരുമാനം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഒരു ഉറച്ച തീരുമാനം. ഇല്ല, ഞാനൊരു തിന്മയിലേക്ക് പോവില്ല. നിങ്ങൾക്ക് ഒരു ഭാര്യ മതിയാകുന്നില്ലേ, നിങ്ങൾ മാന്യമായിട്ട് 2ാമതൊരു കല്യാണം കഴിച്ചോളൂ. വ്യഭിചരിക്കാൻ അവസരം ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വ്യഭിചാരം വലിയ പാതകമാണ്, വലിയ കുറ്റമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ. ആണോ? ഫാഹിശതൻ വസാഅ സബീല. ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ലൈംഗികമായ വൈകൃതങ്ങളെയാണ് ഫാഹിശത്ത് എന്ന് പറയുന്നത്. അത് വന്നാൽ അള്ളാഹ് പറയാൻ, അള്ളാഹിന് ഓർമ്മ വന്ന ഒരാൾക്ക്,
അല്ല പറയാ പേടിക്കണ്ട, നീ അള്ളഹാനോട് പൊറുക്കലിനെ തേടിയാൽ. എന്നിട്ട് അല്ല പറയണെന്ത്, ഞാൻ പുറത്തു തരും നിനക്ക്. പക്ഷെ ഒരു കാര്യം, നീ എന്നോട് പൊറുക്കലിനെ തേടണം. എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? അള്ളാഹുവിന്റെ ഒരു കാരുണ്യം നോക്ക്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് നല്ല മനുഷ്യന്മാര് തെറ്റിൽ നിൽക്കൂല, ഒലാ തെറ്റ് തിരുത്തും. എന്നിട്ട് അള്ളാഹു വേറൊരു സ്ഥലത്ത് വിളിച്ചിട്ട് പറയാണ്, എന്നറിയോ? മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, ഒരുപാട് തിന്മകൾ ചെയ്തവർ, പെണ്ണുങ്ങളെ പിന്നാലെ പോയ ഒരു സംഘ ആളുകൾ, കള്ളും പെണ്ണായിട്ട് ജീവിച്ച ഒരു ഭാഗം ആളുകൾ നബീന്റെ അടുത്ത് വരികയാണ്. നിങ്ങളെല്ലാം ചിന്തിച്ചോ, ഇടവണ്ണയിൽ കുറെ യുവാക്കൾ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോ? ആ യുവാക്കൾ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, നബിയെ, വ്യഭിചാരം തെറ്റാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കള്ളുകുടി തെറ്റാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പലിശ തെറ്റാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. അതൊക്കെ ചെയ്ത ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല ഞങ്ങൾക്ക് പുറത്തു തരുമോ എന്ന് അവർ ചോദിച്ചപ്പോൾ ഇറങ്ങിയൊരു ഖുർആന്റെ വചനുണ്ട്. അതൊന്ന് ശരിക്കും മനസ്സിരുത്തി കേട്ടോടെ. അതായത് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തേ ഞങ്ങള്, ഇനി അള്ളാന്റെ അടുത്ത് ഞങ്ങൾക്ക് വല്ല കഴിച്ചിലായ രക്ഷയുണ്ടോ? ആ സമയത്ത് അള്ളാഹ് അവതരിപ്പിച്ചതാണ് 39-ാം അധ്യായം 53-ാമത്തെ വചനം. ആ വചനം എങ്ങനെയാണ്? നബിയെ വിളിച്ചുകൊണ്ട് പറയാണ്, കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വല്ലാത്തൊരു വചനം. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ച് ആശങ്കപ്പെടരുത്, അവരോട് പറ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അപ്പൊ പ്രയോഗം തന്നെ എന്താ അറിയോ? അലാ അൻഫു എന്താ പറയണേ? ആദ്യം തന്നെ കുലിയാ ഇബാദിയല്ലദീന അസ്റഫു, ഇസ്രാഫ് കാണിച്ച, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധാരാളിത്തം, ഒരുപാട് തെറ്റ് ചെയ്ത, ആകാശം മുട്ട തെറ്റ് ചെയ്ത എന്റെ അടിമകളോട് പറ. എന്ത് പറ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകണ്ട. 100 പേരെ കൊന്ന മനുഷ്യൻ അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. 100 പേരെ കൊന്ന, ജീവിതത്തിൽ വ്യഭിചാരം മാത്രം ചെയ്തൊരു മനുഷ്യന്റെ ചരിത്രമാണ് റസൂല്. അയാള് ഇസ്ലാം ആയതിനു ശേഷം പറയാ, എനിക്കിനി ഒരു രക്ഷയില്ല. റസൂൽ പറഞ്ഞു, പശ്ചാത്തപിച്ചാൽ മതി, ഇനി ഒരിക്കലും അത് ചെയ്യാതിരുന്നാണ്. അയാൾക്ക് സ്വർഗം കൊടുത്തു അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഇപ്പൊ എത്ര വയസ്സ്? എനിക്ക് 50 വയസ്സായി. നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് 50 വയസ്സായി. 50 വയസ്സുള്ള ആളുകളൊക്കെ ഈ സദസ്സിലുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചാൽ ഈ 50 വയസ്സിനിടയിൽ ചെയ്ത തെറ്റൊക്കെ ഒരൊറ്റ റമദാൻ കൊണ്ട് പൊറുക്കപ്പെടും. അള്ളാന്റെ മുമ്പിൽ എന്ത് ചെയ്താൽ എന്നറിയോ? കാനു, ആയത്ത് ഇങ്ങനെയാണ്, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഹൂൻ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അതിന്റെ അർത്ഥം എന്താ അറിയോ? രാത്രി വളരെ കുറച്ച് ഉറങ്ങുകയും എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേൽക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നവർ. നോമ്പിനൊക്കെ രാത്രിയൊക്കെ വെറുതെ കഴിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെയ്യരുത്. തറാവീഹ് പൂർണ്ണമായിട്ടൊരു ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക. എത്ര ചെറിയ ഓത്താണെങ്കിലും തറാവീഹ് ഫുള്ളായിട്ടൊരു ഇമാമിന്റെ, നമുക്കതിനെ കഴിയും. രാത്രി ഒന്നും എഴുന്നേറ്റ് വലിയ ദീർഘിച്ച് ഓതാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റസൂൽ പറയാണ്, തറാവീഹ് നിങ്ങൾ ഇമാമിന്റെ കൂടെ 11 റക്അത്ത് പൂർണ്ണമായിട്ട് നിസ്കരിക്കുക. അവർക്കുള്ള ഓഫർ എന്താ അറിയുന്നത്? നേരം പുലരുന്നവരെ നിസ്കരിച്ചവരുടെ കൂലി പോരെ. നമ്മൾ എന്താ ആഗ്രഹിക്കണേ? നേരം പുലരുന്നവരെ നിസ്കരിച്ചതിന്റെ കൂലി. പക്ഷെ ആ 11 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് നിയ്യത്ത് വേണം. ഇമാമിന്റെ കൂടെ 11 റക്അത്ത് ഞാൻ നിസ്കരിച്ചാൽ നേരം പുലരുന്നവരെ എനിക്ക് കൂലിയുണ്ട് എന്ന നിയ്യത്ത് നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ നേരം പുലരുന്നവരെ കൂലി കിട്ടി. എന്തിനാ ബേജാറാകണ്? ഇനി രാത്രി എഴുന്നേറ്റു, ഒദു ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തുക, എന്നിട്ട് അള്ളഹാനോട് കുട്ടികൾ കരഞ്ഞു പറയുന്ന പോലെ പറയാ, അള്ളഹാനോട് ഒറ്റയ്ക്കിരുന്നിട്ട്. അതിനെപ്പറ്റി ഹദീസിൽ വന്ന എങ്ങനെ അറിയോ? ആ വ്യക്തിക്ക് അർശിന്റെ തണലുണ്ട്. ഏത് വ്യക്തിക്ക്? റജുലുൻ ദഖറല്ലാഹു ഖാലിയൻ ഫഫാദത് ഐനാഹു. വല്ലാത്തൊരു പ്രയോഗമാണ്. രാത്രി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ട് അള്ളഹാനെ കുറിച്ച് ഓർത്ത്. ബാപ്പ മരിച്ചപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മ മരിച്ച ദിവസം ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളഹാനെ കുറിച്ച് ഓർത്ത് കരയുന്ന എത്ര കണ്ണുകൾ ഇവിടെയുണ്ട്. ചെയ്ത പാപത്തെക്കുറിച്ച് ഓർത്ത് അള്ളഹാനോട് ഏറ്റു പറഞ്ഞ് കരയുന്ന എത്ര കണ്ണുകൾ ഇടവണ്ണയിലെ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് ഇന്ന് മുതൽ രാത്രിയിൽ അല്ലെ, ഈ താവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പറയുന്നുണ്ട്, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ അള്ളാഹുലേക്ക് നീട്ടുന്ന കൈകൾ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല. അതുകൊണ്ട് പാപം ചെയ്തവരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് രാത്രി ഒറ്റയ്ക്കിരുന്ന് കരയാനാണ്. പിന്നെ ഈ അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം ചെറുതായിട്ടൊക്കെ നിങ്ങൾക്കറിയാം.
അനസ് റളിയല്ലാഹു ഒരിക്കൽ സുബഹി ഒറ്റ ദിവസം ജമായത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെതല്ലാത്ത ശറഈയായ കാരണം കൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സുബഹി ജമായത്തിന്. മരിക്കുന്നവരെ അത് ഓർത്ത് കരഞ്ഞ ആളാണ് അദ്ദേഹം, മരിക്കുന്നത് വരെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സഹാബി ഒരൊറ്റ സുബഹി ജമായത്ത് നഷ്ടപ്പെട്ടിട്ട് മരിക്കുന്നവരെ കരഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ ടൂറ് പോകാൻ, ഫുട്ബോൾ കളിക്കാൻ, അല്ലെ ലോക ഫുട്ബോൾ കളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച സ്ഥലമാണ് അരീക്കോട് ഇടവണ്ണയൊക്കെ, അറിയാലോ, വലിയ കട്ടൗട്ടൊക്കെ വെച്ചിട്ട്. ഞാൻ അതിനെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുന്നല്ല. ആ സമയത്തും 2:30 വരെ മെസ്സിയുടെ കളി കണ്ട് സുബഹി നിസ്കരിക്കാതെ രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ ആളുകൾ ഈ സസ്സിലുണ്ടാവും. ആലോചിച്ചു, അള്ളാഹുവിനേക്കാളും പ്രാധാന്യം യുവാക്കളെ പറ്റി പറയുന്നിടത്ത് അള്ള ഒരു സ്ഥലത്ത് പറയാണ്, സൂറത്ത് നൂറിലാണ് 24-ാം അധ്യായം 35 to 37 വരെയുള്ള വചനം. നല്ല കച്ചവടക്കാരനാണ്, നല്ല ബിസിനസ്സുകാരനാണ്, നല്ലോണം കളിക്കുന്നുണ്ട്, ചാലിയാർ പുഴയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു പറയാണ്, അങ്ങനെ കളിക്കുന്നതിനിടയിലാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത്. അള്ളാഹു പറയാട്ടോ അവരെ കുറിച്ച് വല്ലാത്തൊരു, നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അള്ളാഹു പറയാണ്, ആ കുട്ടികൾ കളിക്കുകയാണ്, ശരിയാണ്, ഒക്കെ മുസ്ലിം കുട്ടികൾ. അബ്ദുൽ ഹക്കീം ഉണ്ട്, അബ്ദുൽ നാസർ ഉണ്ട്, സുബൈർ ഉണ്ട്, അബ്ദുൽ ജബ്ബാർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു കളിക്കുന്നതിനിടയിലാണ് ബാങ്ക് കൊടുക്കുന്നത്. അള്ളാഹു പറയാട്ടോ, ഇന്നലെ അള്ളാഹു പറയാണ്, ആ കളി അപ്പം അവിടെ ഫുൾ സ്റ്റോപ്പ് ആവും. പന്ത് ഇങ്ങനെ തട്ടുന്ന വ്യക്തി പിന്നെ കാലിങ്ങോട്ട് വലിച്ചാളും, ആ പന്ത് ഇതിലോട് പോയിക്കോട്ടെ, അവൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവൻ ആ ഗ്രൗണ്ടിൽ നിന്ന്, അള്ളാഹു പറയാട്ടോ, ആ ഗ്രൗണ്ടിൽ നിന്ന് അവന് ഇങ്ങോട്ട് പോരും. അങ്ങനെ പോരാൻ അവനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ? അള്ളാന്റെ ചോദ്യം എന്താണ്? അയാൾ ആ പണ്ട് ഞാൻ ഇടവണ്ണ നമ്മുടെ CP ടെക്സ്റ്റൈൽസ് അല്ലേ, അവിടുന്ന് ഞാനൊക്കെ ഷർട്ട് എടുക്കല്. അപ്പോ അവിടെ ഭയങ്കര തിരക്കുള്ള സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത്. അള്ളാഹു പറയണം, അതിന്റെ മുതലാളിനെ പറ്റി അള്ളാഹു പറയണം, അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോ ആ ഷട്ടർ താത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് നിസ്കരിച്ചിട്ട് വരാറിഞ്ഞിട്ട് ഓരേ അവിടെ ഇട്ടേച്ച് പോകുന്ന മുതലാളി. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ഓൻ അങ്ങനെ പോയത് എന്തുകൊണ്ടാ? പഠിച്ചോൻ ഇത്രയേറെ കസ്റ്റമർ ഉണ്ടായിട്ടും ഓൻ എന്തേ അങ്ങനെ പോയത്? അതിനല്ല പറയുന്ന കാരണം എന്താ അറിയോ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണുകൾ അഞ്ചിപ്പോകുന്ന, ഹൃദയം മാറ്റിമറിക്കപ്പെടുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിച്ചിട്ടാട്ടോ കളി പാതി വഴിയിൽ നിർത്തിയത്. നന്നായിട്ട് കളിക്കാൻ പൂതി ഉണ്ടായിരുന്നു, അപ്പോഴാണ് ബാങ്ക് കൊടുത്ത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കളോടൊക്കെ, നിങ്ങൾ കളിച്ചോളി, അസറിട്ടുമാര് വരെ കളിച്ചോളി, ബാങ്ക് കൊടുത്തിട്ടും കളിച്ച് ഖളാ ആയി ഒരിക്കലും ചെയ്യരുത്. അള്ള നിങ്ങൾക്ക് തന്ന ആരോഗ്യം കൊണ്ട് നിങ്ങൾ കളിക്കുന്നത്, അള്ള തന്ന സമ്പത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മൈതാനമൊക്കെ ഉണ്ടായത്. നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിൽ 7-ാമത്തെ വചനത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് ഒരുപാട് നിയമത്ത് തന്നിട്ടില്ലേ, നിങ്ങളൊന്ന് എണ്ണി നോക്കി, എത്ര നിയമത്ത് നിങ്ങൾക്ക് ഇടവണ്ണക്കാർക്ക്? അള്ളാന്റെ ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര നിയമത്ത് തന്നിട്ടുണ്ട്? ഇനി ഞങ്ങൾക്ക് തരും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ എന്നോട് നന്ദി കേട്ട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, ഞാൻ കഠിനായിട്ട് ശിക്ഷിക്കും. നിങ്ങൾ നന്നാകാനാണ്. ലിയുദീഖഹും ബഅദല്ലദീന അമിലു, നിങ്ങൾ തിരിച്ചു മടങ്ങാനാണ്. നിങ്ങൾക്ക് ജലപ്രളയം തന്നതും കോവിഡ് തന്നതും ഒക്കെ നിങ്ങൾ നന്നാകാനാണ്. പക്ഷെ അതൊക്കെ തന്നിട്ടും നിങ്ങൾ നന്നായില്ല. സത്യത്തിൽ നിലമ്പൂർ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ഓർമ്മപ്പുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു കോവിഡ് വന്നൊരു ഓർമ്മ തന്നെ നമ്മുടെ മനസ്സിലുണ്ടോ? എത്ര പേടിച്ച് ജീവിച്ചവരാ നമ്മള്. ഇപ്പൊ അർമാദിക്കൽ, നിങ്ങൾ ശരിക്കും ചിന്തിച്ചു. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാൻ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ പ്രസംഗമൊക്കെ നടത്താനുള്ള പോയിന്റ് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു. എന്താണ് അള്ളാഹിനോട് എത്രയും നമ്മൾ പറയാ. 13-ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഇന്ന് വരെ ഫുൾ സ്റ്റോപ്പ് ഇല്ല, വിശ്രമിച്ചിട്ടില്ല, കിട്ടുന്ന ഒരു വേദി ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ടും നമ്മുടെ മനസ്സിൽ എന്തേ ഉള്ളൂ? നമ്മളൊന്നും ചെയ്തിട്ടില്ല. അബൂ ഹുറൈറ ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാ. നോക്ക്, അദ്ദേഹം മരിക്കാൻ നേരം ആളുകൾ ചെന്നപ്പോൾ മുഖം ആകെ വിവരണമാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, സന്തോഷിക്കല്ലേ വേണ്ടത്? അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനല്ലേ നിങ്ങള്? നബീന്റെ നേല് പോലെ ജീവിച്ച മനുഷ്യനാ. അപ്പൊ അദ്ദേഹം എന്താ പറയണറിയോ? ഖബറിലേക്ക്, ദാ ഞാനും ഖബറും തൊട്ടടുത്ത, എന്നെ അമല് ചെയ്യാനൊന്നും സമയമല്ല, പാതയം വളരെ കുറവാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അബൂ ഹുറൈറയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ നോക്ക്, 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 35-ാമത്തെ വയസ്സിൽ മരിച്ച ആളാണ് സഅദ് ബിൻ മുആദ. സഅദ് ബിൻ മുആദ മരിച്ചപ്പോ അള്ളാന്റെ അർശ് കിലുങ്ങി എന്നാണ് റസൂൽ പറയുന്നത്. അർശ് കിലുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം? 30-ാമത്തെ വയസ്സിലെ ഇസ്ലാം സ്വീകരിച്ച് 5 കൊല്ലാണ് മുസ്ലിമായി ജീവിച്ച്. പക്ഷെ 5 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച സഹാബിയായിരുന്നു സഅദ് ബിൻ മുആദ.
ഇവിടെ ഇരിക്കുന്ന 30 വയസ്സും 25 വയസ്സും 23 വയസ്സും 38 വയസ്സും 40 വയസ്സും 42 വയസ്സും 45 വയസ്സും ഒക്കെ ഉള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, 5 കൊല്ലം കൊണ്ട് അറിശ് കിലുങ്ങുമാറ് ആ സമൂഹത്തിൽ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? അലി റളിയല്ലാഹു ചെറിയ കുട്ടിയായിരുന്ന കാലാണ്, ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയായിരുന്നു. അവരൊക്കെ അള്ളാഹുവിനെ പേടിക്കുന്നതിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തിയിരുന്ന വലിയ സ്വഹാബിമാരാണ്. ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ ഒരു നല്ല ചിന്ത ഞാൻ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഇട്ടു തന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഈ പ്രാർത്ഥനയിൽ ഈ സാധുവായി എന്നെ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അള്ളാഹിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിരാശരാവരുത്. അള്ളാഹുവിനോട് നിരന്തരമായി എന്ത് തെറ്റു പറ്റിയാലും അപ്പം തന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ഒരു തിന്മക്ക് പകരം ഒരു നന്മ ചെയ്യുകയും ചെയ്താൽ ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ തിന്മക്ക് പകരം അള്ളാഹു നന്മ എഴുതും, എന്നിട്ട് നിങ്ങൾക്ക് പരമപരിശുദ്ധ പദവി നൽകി നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. തെറ്റ് ചെയ്തവരുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് പരമപരിശുദ്ധത നൽകി. സൂറത്ത് ഫുർഖാനിലാണ് 68, 69, 70, 71 വചനാണ്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചൊരു ബേജാറാവണ്ട. ഇനി ഒരിക്കലും അത് ചെയ്യാതിരിക്കുക, ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക, മരിക്കുന്നവരെ അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, പടച്ചവനോട് കൂടുതൽ അടുക്കുക. ജീവിതം ഈ ദുനിയാവിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, നമുക്കറിഞ്ഞുകൂടെ എപ്പോഴാണ് മരണം. അതുകൊണ്ട് ഏത് നിമിഷവും തഖ്വ കൈവിടാതെ ജീവിക്കുക. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.